ഹായ്, ഇന്ന് ഞങ്ങൾ വന്നത് ഊട്ടിയുടെ അടുത്ത് ലൗഡൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ കുറച്ച് എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അവിടെ വീട്ടിലോട്ട് വന്നതാണ്. എന്നിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം എന്ന് ഓർത്തതാണ്. അതിൽ നമ്മുടെ സ്ട്രോബെറി, ബീട്രൂട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വിളയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിലൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ബീട്രൂട്ട് തോട്ടത്തിൽ ഇത് കണ്ട, ഇതാണ് ബീട്രൂട്ട്. അല്ല ഇത് ഇത്രയും ഫുൾ ഏരിയയിലെല്ലാം എല്ലാരും കൂടി നിന്നെങ്കിൽ ജേക്ക് സ്ട്രോബെറി കാണണോ? നടക്കാൻ വയ്യ, നടക്കണ്ടാവും. അടുത്തു നടന്നാൽ സ്ട്രോബെറി കാണാൻ എളുപ്പമുണ്ട്. ഇതാണ് നമ്മുടെ ലൗഡലിലെ ഊട്ടിയിലുള്ള സ്ട്രോബെറി തോട്ടം. ഇതിൻ്റെ ആദ്യത്തെ കളർ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഗ്രീൻ കളറാണ് ഇപ്പോൾ. ഇത് ആ സ്ട്രോബെറിയുടെ ഇടയിലുള്ള പഴുത്ത സ്ട്രോബെറി. ഇവിടെ സ്ട്രോബെറി പറിക്കുന്നു. നല്ല മധുരമുള്ള ഇതിപ്പോ അത് പൊട്ടാറ്റോ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ എന്താ ബഹളം? എന്താ ബഹളം? ഇത് ക്യാരറ്റാണ്. ഇത് ഇഞ്ചി പോലെ മുകളിലോട്ട് മുങ്ങി വരുന്നുണ്ട്. ജിയയും അത് കിട്ടാത്തതിന്റെ ഒരു വിഷമമാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടാ കഴിയാം. അയ്യോ ക്യാരറ്റ് പറിക്കൽ. ആണോ? നല്ല സോഫ്റ്റ്. ക്യാരറ്റ് കഴുകൽ. മുള്ളം പറഞ്ഞു എങ്ങനെയുണ്ട്? 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 ഫ്രഷ്. എങ്ങനെ? ക്രിസ്പി സാധനമാണല്ലോ. പണ്ട് മൂന്നാറൊക്കെ പോകുമ്പോ ഇതിങ്ങനെ വിൽക്കാൻ നിൽക്കില്ലായിരുന്നോ? നമ്മളിപ്പോ അവിടെ കണ്ട സ്ട്രോബെറി പറിച്ചത്. പെർഫെക്റ്റ് ഷേപ്പ് സ്ട്രോബെറി. എവിടെ? ഇത് കണ്ടോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടാറ്റോ. ഈ പൊട്ടാറ്റോക്കകത്ത് വെള്ളപ്പൂവുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയുന്ന. അപ്പം അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടം കണ്ടു, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനിൽ മാത്രമല്ലേ മെയിനായിട്ടുള്ളൂ. കുട്ടികൾക്കാണെങ്കിലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈവായിട്ട് ക്യാരറ്റ് പറിക്കുന്നതും സ്ട്രോബെറി പറിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും ലൗഡൽ വന്നു, അടിച്ചു പൊളിച്ചു. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി. ശരി, ബൈ ബൈ.